ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പല ആളുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിമ്മാണ് ജിയോയുടെ സിം. ഈ ജിയോയുടെ സിമ്മിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റകൾ നമുക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ 50% നമ്മളെ കോട്ട തീർന്നു എന്ന് മൊബൈലിൽ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തു എന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ കുറഞ്ഞ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് നമ്മുടെ മൊബൈലിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ ഇത്രയും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് 50% തീർന്നു അല്ലെങ്കിൽ 90% അന്നത്തെ കോട്ട തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ അടുത്ത് എൻ്റെ റീചാർജ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ റീചാർജ് ചെയ്തത് 719 റീചാർജാണ് എടുത്തിട്ടുള്ളത്. അതായത് 70 ദിവസത്തെ കാലാവധിയിലുള്ള റീചാർജാണ്. എനിക്ക് കുറഞ്ഞ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, 50% ഇൻ്റർനെറ്റ് യൂസ് ചെയ്തു അല്ലെങ്കിൽ 90% തീർന്നിരിക്കുന്നു, അതുപോലെ നിങ്ങളുടെ കോട്ട ഇന്നത്തെ അവസാനിച്ചു എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുള്ള മെസ്സേജ് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഉള്ള അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തത് അത്രയും ഇൻ്റർനെറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് അധിക ദിവസങ്ങളിലും ഈ ഒരു കുറഞ്ഞ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു 500 MB അല്ലെങ്കിൽ 600 MB ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 700-800 MB യൂസ് ചെയ്തതായിട്ടാണ് അവർ കാണിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം ഫോൾട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അത് ഏതെങ്കിലും ഒന്നാകാനാണ് കൂടുതൽ ചാൻസ്. ഇതിൽ നിന്ന് അവർ നമ്മളെ നെറ്റ് തീർന്നാൽ അഡീഷണൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 19 രൂപ അഡീഷണൽ ചെയ്താലാണ് നമുക്ക് 1 GB, അതുപോലെ നമുക്ക് 29 രൂപ എക്സ്ട്രാ എമൗണ്ട് വീണ്ടും നമ്മൾ പേ ചെയ്താൽ മാത്രം നമുക്ക് അഡീഷണൽ റീചാർജിൻ്റെ കൂടെ നമുക്ക് ഡാറ്റ പാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 29-ൽ നമുക്ക് 2 GB-യും 19 രൂപയ്ക്ക് 1 GB ആണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ നമുക്ക് ഇത്രയും പൈസ മുടക്കേണ്ടില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർക്ക് അതിലും 3 രൂപയും 4 രൂപയായിട്ട് അവർ വീണ്ടും വർദ്ധിപ്പിച്ചു. എന്നാൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു പ്ലാനും, അതായത് അഡീഷണൽ എടുക്കുന്ന എമൗണ്ടിനും അവർ ഇതുപോലെ നമുക്ക് ഡാറ്റ ലോസ് ആകുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും അധികം ഇൻ്റർനെറ്റ് തീർന്നതായിട്ട് നമുക്ക് മെസ്സേജും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് 4G ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. അവർക്ക് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പരിധി ഉപയോഗിച്ചാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർ ആ പരിധി യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഉള്ള ഒരു മെസ്സേജാണ് വരുന്നത്, 50% തീർന്നു എന്നിട്ടുള്ള അങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ 90% കോട്ട യൂസ് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷനാണ് വരുന്നത്. ഇപ്പോൾ ഈ 5G ഉപയോഗിക്കുന്ന ആളുകൾക്കൊന്നും അത്ര മനസ്സിലാവുന്നില്ല. കാരണം അവർ വിചാരിക്കുന്ന ഇൻ്റർനെറ്റ് വേഗത ഡൗൺലോഡ് ചെയ്യാനും യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാൻ നല്ല വേഗത്തിലാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നോൺ സ്റ്റോപ്പ് ഇല്ലാതെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ 5G അല്ലേ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് പോകും എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ഇത് കൂടുതൽ ഇൻ്റർനെറ്റ് നമുക്ക് ചുമ്മാ പോകുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ ആളുകളായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.